മലയാളിയുടെ മനസ്സിലെ മുറിവുണങ്ങാത്ത കണ്ണീർപ്പാടാണ് ജിഷ എന്ന പെൺകുട്ടി. യാതൊരു അതിശയോക്തിയുമില്ലാതെ തന്നെ പറയാം, ജിഷ എന്ന പെൺകുട്ടി കോറിയിട്ട മുറിവ് ഇന്നും മലയാളിയിൽ ഉണങ്ങിയിട്ടില്ല. അടച്ചുറപ്പില്ലാത്ത മുറിയിൽ ഉറങ്ങിക്കിടന്ന ജിഷ കൊല്ലപ്പെട്ടതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാം. ദാറുൽ ഇസ്ലാം എന്ന അതിഥി തൊഴിലാളിയാണ് കൊലയാളി എന്ന് കീഴ്ക്കോടതി വിധി പ്രഖ്യാപിച്ചു. അയാൾക്ക് വധശിക്ഷ വിധിച്ചു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അയാളുടെ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ നിരവധിയാണ്. എന്നാൽ നമ്മുടെ വാർത്തയുടെ പശ്ചാത്തലം അതല്ല. ഇനിയും ജിഷമാർ ഉണ്ടാകാനുള്ള സാധ്യത കേരളത്തിൽ നിരവധിയാണ്. അതിനുശേഷവും ജിഷയ്ക്ക് ശേഷവും ധാരാളം പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു. ഡോക്ടർ വന്ദന ദാസ് വളരെ കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു കേസാണ്. അതിലെ പ്രതി വധശിക്ഷ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി അത് പരിഗണിച്ചില്ല. അതിനുശേഷം നിരവധി പെൺകുട്ടികളെ, കൊച്ചു പെൺകുട്ടികളെ കാണാതായി. അവരെയൊക്കെ പോലീസ് കണ്ടെത്തി, ചിലരൊക്കെ മിസ്സിംഗ് ആണ്. കുട്ടികളെ കാണാതെ പോകുന്നതിൽ സംസ്ഥാനത്ത് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ജിഷ അങ്ങനെ ഒരു പ്രതീകമായി നിൽക്കുന്നു, നിർഭയ പോലെ. ജിഷ കേസ് എങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കണം. ജിഷ ഒരു പ്രതീകമാണ്. നിയമ വിദ്യാർത്ഥിനിയായിരുന്നു ജിഷയുടെ അമ്മ വീട്ടുജോലിക്ക് പോയിട്ടാണ് ഈ പെൺകുട്ടിയെ പഠിപ്പിച്ചിരുന്നത്. ജിഷയുടെ അമ്മ ഇപ്പോൾ തെരുവ് തോറും പടക്കമൊക്കെ വിറ്റ്, എറിഞ്ഞ് പൊട്ടിക്കുന്ന പടക്കം, കുട്ടികളുടെ കളിപ്പാട്ടമൊക്കെ വിറ്റ് ജീവിക്കുന്നതായൊക്കെ സോഷ്യൽ മീഡിയകളിൽ വാർത്തകൾ വന്നു. അവർ ക്യാമറ കാണുമ്പോൾ ഇപ്പോൾ ഓടിമറയുന്നു. അവർക്ക് 10 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയോ 1 കോടി രൂപയോ ഒക്കെ സർക്കാർ ഇനാം, അതായത് സമാശ്വാസമായി നൽകിയെങ്കിലും അതൊന്നും ഫലം കാണുന്നില്ല. കാരണം അവർക്ക് സാക്ഷരതയില്ല, അവരെ സംരക്ഷിക്കാൻ ആളില്ല. ജിഷയുടെ അച്ഛൻ പാപ്പു, അദ്ദേഹം ആരോരും അറിയാതെ മരിച്ചു പോകുന്നു. ജിഷയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകി. ആ വീട് ഇപ്പോൾ ആരുടെ കയ്യിലാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പക്ഷേയെങ്കിൽ ജിഷ എന്ന പെൺകുട്ടി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ, നിയമം ബിരുദം കരസ്ഥമാക്കിയിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ സ്ഥിതി ഇങ്ങനെയാകുമായിരുന്നില്ല. അടച്ചുറപ്പില്ലാത്ത മുറിയിൽ നിന്ന് പഠിച്ച് മിടുക്കിയായി നിയമബിരുദം കരസ്ഥമാക്കി ജിഷ അഡ്വക്കേറ്റ് ആയിരുന്നുവെങ്കിൽ ആ കുടുംബത്തിന്റെ സ്ഥിതി ഇങ്ങനെ ആകുമായിരുന്നില്ല. ഒരു പക്ഷേയെങ്കിൽ കോടീശ്വരിയൊന്നും ആയില്ലെങ്കിലും, കോടിപതി ആയില്ലെങ്കിലും അവർക്ക് ജീവിക്കുവാനുള്ള അവകാശം എന്താണെന്ന് പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുക്കാൻ, ജിഷയെപ്പോലുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി വാദിക്കുവാൻ ശക്തയായ ഒരു അഭിഭാഷകയായി ജിഷ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ജിഷ ഒരു പ്രതീകമാണ്. അല്ലയോ പെൺകുട്ടികളെ, നിങ്ങൾ ജിഷ ആകാതിരിക്കുക. ജിഷ ഒരു ചോദ്യചിഹ്നമായി ഇങ്ങനെ അവശേഷിക്കുന്നു. എന്ത് ക്രൂരമായാണ് ജിഷ കൊല്ലപ്പെട്ടതെന്ന് അറിയാമോ? ജിഷയുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്കും ഒരു പങ്കുണ്ടായിരുന്നു. അന്ന് ശരിക്കു പറഞ്ഞാൽ ഞാൻ അവധിയാണ്. പെരുമ്പാവൂരിലെ ഞങ്ങളുടെ സ്ട്രിങ്ങർ, റിപ്പോർട്ടർ ടിവിയുടെ സ്ട്രിങ്ങർ ശ്രീ സന്തോഷാണ് ആ വിഷ്വൽ പകർത്തി എനിക്ക് അയച്ചു തരുന്നത്. ആ ദിവസം ഞാൻ ശ്രീ സഹിൻ ആണ് ക്രൈം റിപ്പോർട്ടർ, സഹിനെ വിളിച്ചു. സഹിനും അവധിയാണ്. സഹിൻ ആദ്യം കുറച്ചൊക്കെ ഉഴപ്പി. എന്നിട്ട് സഹിനോട് ഞാൻ പറഞ്ഞു, നീ പഠിച്ചിറങ്ങിയ കോളേജ് ലോ കോളേജിലെ പെൺകുട്ടിയാണ്, ലോ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, അതിന് അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ തിങ്കളാഴ്ചയെങ്കിലും വാർത്ത കൊടുക്കണം. അങ്ങനെ വെള്ളിയാഴ്ച മരിച്ച പെൺകുട്ടിയുടെ വാർത്ത തിങ്കളാഴ്ചയാണ് വരുന്നത് എന്ന സത്യം കൂടി ഓർക്കണം. ഞാൻ അവധിയായിരുന്നു, ഞാനാണ് ക്രൈം ബീറ്റ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സന്തോഷം എനിക്ക് വാർത്ത തരുന്നത്. പിന്നെ ലോക്കൽ റിപ്പോർട്ടർമാരെ കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതലയും എനിക്കുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാനാണ്. മറ്റൊരു ഇടത്ത് ഒരു പണക്കാരി പെൺകുട്ടിക്കാണ് അല്ലെങ്കിൽ പണക്കാരൻ്റെ വീട്ടിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ അന്നേ ദിവസം ഈ വാർത്ത ബ്രേക്ക് ചെയ്യപ്പെട്ടേനെ. ജിഷ ആയതുകൊണ്ട് 3 ദിവസം വൈകി. ആ ദിവസം തന്നെ വാർത്ത കൊടുക്കണമെന്ന് റിപ്പോർട്ടറോട് അവധിയിലുണ്ടായിരുന്ന ഞാൻ ആവശ്യപ്പെട്ടിട്ടും ആ വാർത്ത അമക്കി. എന്നിട്ട് പറഞ്ഞു, നിന്റെ കോളേജിൽ പഠിച്ച പെൺകുട്ടിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടും വാർത്ത മുക്കി. എന്നിട്ട് അയാൾ ഇന്ന് വലിയ ജേർണലിസ്റ്റാണ്, അയാളുടെ ഒപ്പം പഠിക്കുന്ന അല്ലെങ്കിൽ ഒപ്പം പഠിച്ചിരുന്ന ആളുകളൊക്കെ നിർബന്ധിച്ച ശേഷമാണ് ഈ വാർത്ത വരുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇതിനകത്ത് എന്തെങ്കിലും കള്ളം അവാസ്തവമുണ്ടെങ്കിൽ ശ്രീ സഹിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ വാർത്ത കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. ഇങ്ങനെ ജോയി വെല്ലുവിളിക്കുന്നു, ഇതിനകത്ത് അവാസ്തവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. എന്നിട്ടും സഹിൻ റിപ്പോർട്ട് ചെയ്ത രീതിയൊക്കെ മഹാമാരകമായിരുന്നു. ജിഷയുടെ ആന്തരിക അവയവങ്ങൾ വലിച്ചു പുറത്തേക്കിട്ട് എന്നൊക്കെ വളരെ മാരകമായ, വളരെ വൃത്തികെട്ട, അരഗൻ്റായിട്ടുള്ള ഭാഷയിലായിരുന്നു സഹിൻ റിപ്പോർട്ട് ചെയ്തത് തന്നെ.
അതിനൊക്കെ അന്ന് റിപ്പോർട്ടർ ടി വിയിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ശ്രീ മധുവും ശ്രീ എസ് വിജയകുമാറും ഒക്കെ വിമർശിച്ചിരുന്നു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെയായിരുന്നു സഹിന്റെ റിപ്പോർട്ടിംഗ്. ഏതായാലും അന്നത്തെ ഇലക്ഷന് അന്ന് അവിടെ മത്സരിച്ച CPM സ്ഥാനാർത്ഥിക്ക് തിരിച്ചടി ഏറ്റു. കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചു. മറ്റു ചില രാഷ്ട്രീയ ആരോപണങ്ങളുണ്ടായി. ദാറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തപ്പോഴും കണ്ടെത്തലുകളിലും ചില പോരായ്മകളൊക്കെ ഇപ്പോഴും ദുസ്സൂചനകളൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടെത്തിയ പ്രതി യഥാർത്ഥ പ്രതി തന്നെയാണോ, കണ്ടെത്തിയ പ്രതിയിലേക്ക് നയിച്ച തെളിവുകൾ യഥാർത്ഥ തെളിവുകൾ തന്നെയാണോ എന്നൊക്കെയുള്ള സൂചനകളും സംശയങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ദാറുൽ ഇസ്ലാമിനെ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. വധശിക്ഷ ഇപ്പോൾ നടപ്പിലാക്കരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവങ്ങളാണ്. ഇനി എന്നെങ്കിലും ഈ സംഭവങ്ങളുടെ ചുരുളഴിയുമ്പോൾ, ഇതൊക്കെ പുസ്തകങ്ങളായോ അല്ലെങ്കിൽ പുസ്തകമായോ ഒക്കെ വരുമ്പോൾ ഈ സംഭവം വിശദമായി നിങ്ങളുടെ മുന്നിലെത്തും എന്ന് മാത്രം പറയട്ടെ.